നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നവീകരണത്തിനൊരുങ്ങി പട്ടാമ്പി പുലാമന്തോൾ പാത. ആദ്യഘട്ടമായി പട്ടാമ്പി മുതൽ കൊപ്പം വരെയുള്ള റോഡിന്റെ ഇരുവശവും കട്ടവിരിച്ചും കോൺക്രീറ്റിംഗ് ചെയ്തുള്ള പ്രവൃത്തികളാണ് നടപ്പിലാക്കുന്നതെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഉടൻ തന്നെ പ്രവൃത്തികൾ ആരംഭിക്കും. പാടെ തകർന്നു കിടക്കുകയായിരുന്ന പട്ടാമ്പി പുലാമന്തോൾ പാത 8 വർഷങ്ങൾക്ക് മുമ്പാണ് നവീകരിച്ചത്. നിലവിൽ ഈ പാതയുടെ ഇരുവശങ്ങളിലുമാണ് വീണ്ടും നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. പട്ടാമ്പി മുതൽ ആമിയൂർ വരെ ഇരുഭാഗങ്ങളിലും 75 സെന്റിമീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്യും. ആമിയൂർ മുതൽ കൊപ്പം വരെ 1 മീറ്റർ വീതിയിൽ ഇന്റർലോക്ക് കട്ട വിരിച്ചുള്ള പ്രവൃത്തികളുമാണ് നടപ്പാക്കുന്നത്. ഇതിന്റെ ടെൻഡർ നടപടികൾ നേരത്തെ പൂർത്തിയായതാണെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം പ്രവൃത്തികൾ തുടങ്ങാനായില്ല. ഈ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ പ്രവൃത്തികൾ ആരംഭിക്കുവാൻ നടപടിയായിരിക്കുന്നതെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ കൊപ്പം മുതൽ പുലാമന്തോൾ വരെയാണ് നവീകരിക്കുക. ഇതിനായി സർക്കാർ ഫണ്ട് ലഭ്യമാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചതായും MLA സൂചിപ്പിച്ചു. ടെൻഡറെല്ലാം പൂർത്തീകരിച്ചതാണ്. അതിന്റെ വർക്ക് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ആ വർക്ക് കൂടി ആരംഭിക്കുകയാണ്. കുറച്ച് ഭാഗം ഇന്റർലോക്ക് 2 സൈഡിലും ഇരിക്കും. അതോടൊപ്പം തന്നെ കുറച്ച് ഭാഗം കോൺക്രീറ്റും ചെയ്തുകൊണ്ട് കൊപ്പം മുതൽ പട്ടാമ്പി വരെയാണ് നമ്മൾ പൂർത്തീകരിക്കുന്നത്. അതിന്റെ രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് പട്ടാമ്പി മുതൽ കൊപ്പം മുതൽ പുലാമന്തോൾ വരെയുള്ള പ്രപ്പോസൽ ഗവൺമെന്റിൽ കിടക്കുന്നുണ്ട്. അത് ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കുകയാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ടും നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ എന്തായിരുന്നാലും നേരത്തെ അനുവദിച്ച കൊപ്പം മുതൽ പട്ടാമ്പി വരെയുള്ള ഭാഗം 2 സൈഡിലും ഭൂരിഭാഗം സ്ഥലങ്ങളും പിന്നെ നമ്മുടെ കട്ടവിരിക്കുകയാണ് ചെയ്യുക, ഇന്റർലോക്കാണ് ചെയ്യുക. പിന്നെ കുറച്ച് ഭാഗം കോൺക്രീറ്റുമാണ് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ 2 ഭാഗത്തും ഷോൾഡർ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ച് വീതി കിട്ടും. അതോടൊപ്പം തന്നെ റോഡിനും ഒരു ഉറപ്പുണ്ടാവും. 8 കൊല്ലം പൂർത്തീകരിച്ച റോഡ്, അപ്പോൾ ഇതുകൂടി അതിൻ്റെ കൂടെ ചെയ്യാനാണ് തീരുമാനം. ഈ പ്രവൃത്തികൾക്കൊപ്പം തന്നെ പാതയിൽ പുറമ്പോക്ക് സ്ഥലത്തെ സൗന്ദര്യവൽക്കരണവും ലക്ഷ്യമിടുന്നുണ്ട്. പാതയോരങ്ങളിലെ മാലിന്യം തള്ളൽ ഒഴിവാക്കുവാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച മോഷണം. പട്ടാമ്പി വെസ്റ്റ് കൊടുമുണ്ട സ്വദേശിയെ പട്ടാമ്പി പോലീസ് പിടികൂടി. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന കേസിലെ പ്രതിയെ പട്ടാമ്പി പോലീസ് പിടികൂടി. പരുതൂർ വെസ്റ്റ് കൊടുമുണ്ട നെടിമരം വീട്ടിൽ 40 വയസ്സുകാരനായ കൃഷ്ണാനന്ദനെയാണ് പട്ടാമ്പി SIയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പി കീഴായൂർ വെള്ളിലപ്പെട്ടി വിഷ്ണുക്ഷേത്രത്തിൽ നടത്തിയ മോഷണക്കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. ഇക്കഴിഞ്ഞ മെയ് 25-നാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ക്ഷേത്ര ഓഫീസിന്റെ റൂമും ക്ഷേത്രവളപ്പിലെ 4 ഭണ്ഡാരങ്ങളും കുത്തിത്തുറന്നാണ് പ്രതി മോഷണം നടത്തിയത്. 7000-ഓളം രൂപ മോഷ്ടിക്കുകയും ചെയ്തു. തുടർന്ന് ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയെ തുടർന്നാണ് പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പിടിയിലായ കൃഷ്ണാനന്ദൻ നിരവധി മോഷണക്കേസുകളിലെ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു. ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളും നിലനിൽക്കുന്നുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആത്മവിശ്വാസം പകരലാകണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് VT ബൽറാം MLA പറഞ്ഞു. മേടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിജയോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അറിവ് പകരുന്നതിനപ്പുറം ആത്മവിശ്വാസം പകരലാണ് ഇന്നത്തെ തലമുറയ്ക്ക് അനിവാര്യമായതെന്നും അദ്ദേഹം പറഞ്ഞു. തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ശതാബ്ദി സ്മരണിക ചടങ്ങിൽ MLA പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദിരാദേവി ടീച്ചർ സ്മരണിക ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദിരാദേവി ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P. ദിവ്യ, തൃത്താല ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ പ്രമോദ്, PTA പ്രസിഡന്റ് PM ശശികുമാർ, SMC ചെയർമാൻ മണികണ്ഠൻ, PTA വൈസ് പ്രസിഡന്റ് അഷ്റഫ് അലി, SMC വൈസ് ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ, PTA പ്രസിഡന്റ് ഷീല, മാഗസിൻ കമ്മിറ്റി കൺവീനർ ഡോക്ടർ ജയശ്രീ എന്നിവർ പ്രസംഗിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഷെൽജ BB സ്വാഗതവും HM ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്ക് വാങ്ങിയ K. കൃഷ്ണജ ഉൾപ്പെടെ SSLC, ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളും വിവിധ സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയികളായവരും MLAയിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങി. അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവ് CM യൂസഫിന് വിട നൽകി നാട്. തിരുവനന്തപുരത്ത് നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ ചങ്ങരംകുളം വളയംകുളത്തെ വസതിയിലെത്തിച്ച മൃതദേഹം രാത്രി 9:30 വളയംകുളം അസബാഹ് കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു. രാത്രി 10:30 പള്ളിക്കര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടന്നു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മയ്യിത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകി. ബുധനാഴ്ച വൈകിട്ടാണ് തിരുവനന്തപുരത്തുള്ള വസതിയിൽ
CM യൂസഫ് കുഴഞ്ഞു വീണു മരിച്ചത്. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, N ഷംസുദ്ദീൻ, AP അനിൽകുമാർ, PMA സലാം, P ഉബൈദുള്ള, PMA സമീർ MLA, ഭീമാപ്പള്ളി റഷീദ് തുടങ്ങി പ്രമുഖ നേതാക്കൾ തിരുവനന്തപുരത്തെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. മുൻമന്ത്രിമാരായ MK മുനീർ, PK അബ്ദുറബ്ബ്, MP മാരായ അബ്ദുസമദ് സമദാനി, ET മുഹമ്മദ് ബഷീർ, PP സുനീർ, MLA മാരായ VS ജോയ്, ആബിദ് ഹുസൈൻ തങ്ങൾ, KP നൌഷാദ് അലി, TV ഇബ്രാഹിം, മുൻ MLA മാരായ KPA മജീദ്, അബ്ദുറഹ്മാൻ രണ്ടത്താണി, C മമ്മൂട്ടി, P നന്ദകുമാർ, ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹമീദ് മാസ്റ്റർ, ആലങ്കോട് ലീലാകൃഷ്ണൻ, വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ തുടങ്ങി പ്രമുഖരും ചങ്ങരംകുളത്തെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. പൊന്നാനിയിലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന് CM യൂസഫിന്റെ അപ്രതീക്ഷിത വേർപാടുണ്ടാക്കിയത് നികത്താൻ കഴിയാത്ത നഷ്ടമാണെന്ന് നേതാക്കൾ പറഞ്ഞു. പൊതുരംഗത്തും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ മേഖലയിലും നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു CM യൂസഫ്. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നാടെങ്ങും അലയടിക്കുമ്പോൾ ഫുട്ബോൾ പ്രേമികൾക്കായി ചാലിശ്ശേരിയിൽ ബിഗ് സ്ക്രീൻ ദൃശ്യവിരുന്നൊരുക്കി കൈരളി ഫുട്ബോൾ സെന്റർ. ഉദ്ഘാടന മത്സരത്തോടെ തുടക്കം കുറിച്ച പ്രദർശനം മുൻ ഇന്ത്യൻ താരം റിനോ ആൻഡോ ഉദ്ഘാടനം ചെയ്തു. ഫൈനൽ വരെയുള്ള മുഴുവൻ മത്സരങ്ങളും ഇനി തത്സമയം ചാലിശ്ശേരിയിൽ ആസ്വദിക്കാം. ചാലിശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഫുട്ബോൾ പ്രേമികൾക്കായി ലോകകപ്പ് മത്സരങ്ങൾ തത്സമയം ബിഗ് സ്ക്രീനിൽ കാണാനുള്ള വൻ സജ്ജീകരണമാണ് ചാലിശ്ശേരി കൈരളി ഫുട്ബോൾ സെന്റർ ആൻഡ് സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത്. HD ദൃശ്യമികവിൽ തിയേറ്റർ എക്സ്പീരിയൻസോടെ മത്സരം നേരിട്ടു കാണാൻ വലിയ ജനപങ്കാളിത്തമാണ് കൈരളി ക്ലബ് പരിസരത്ത് ദൃശ്യമായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7-ന് നടന്ന ബിഗ് സ്ക്രീൻ പ്രദർശനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മുൻ ഇന്ത്യൻ താരവും കേരള ബ്ലാസ്റ്റേഴ്സ്, ബംഗളൂരു FC തുടങ്ങി പ്രമുഖ ക്ലബ്ബുകളുടെ മുൻ പ്രതിരോധ കോട്ടയുമായിരുന്ന റിനോ ആൻഡോ നിർവഹിച്ചു. സൂപ്പർ ലീഗ് കേരള താരം റിജോൺ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കായികരംഗത്തെ പ്രമുഖരും ചാലിശ്ശേരിയിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും സന്നിഹിതരായിരുന്നു. ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ പോരാട്ടം വരെയുള്ള മുഴുവൻ മത്സരങ്ങളും കൈരളി ക്ലബ് പരിസരത്തെ ബിഗ് സ്ക്രീനിൽ ഫുട്ബോൾ പ്രേമികൾക്കായി തത്സമയം സംപ്രേഷണം ചെയ്യും. വരും ദിവസങ്ങളിൽ കളി കാണാൻ കൂടുതൽ ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. വേൾഡ് കപ്പ് വരാം, അപ്പോൾ എല്ലാവരും നന്നായിട്ട് വേൾഡ് കപ്പ് കാണാം. ഞാൻ വിചാരിച്ചിരുന്നത് മലപ്പുറം, കോഴിക്കോട് അവിടേക്കാണ് ഈ ബിഗ് സ്ക്രീൻ ഉള്ളതെന്നാണ്. എനിക്കറിയില്ലായിരുന്നില്ല തൃശ്ശൂർ ഇതുപോലെ ബിഗ് സ്ക്രീൻ ഇടുന്നത്. അപ്പോൾ അത് നടത്തുന്ന കൈരളിക്ക് ഭയങ്കര എന്താ പറയുക, നല്ലൊരു കൈയ്യടി കൊടുക്കണം. കാരണം ഇവിടെ ഒന്നും അങ്ങനെ ബിഗ് സ്ക്രീൻ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, പുറത്തുമില്ല. നമ്മുടെ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വൈഫിൻ്റെ നാട് മേഘാലയ. അവരെന്നോട് ചോദിക്കും കേരളത്തിൽ ഇത്രയധികം ആരാധകർ എങ്ങനെയാണ്. ഇപ്പം അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പം നെയ്മാർ അവരുടെ ഒരു സൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലത്തെ ഫാൻസിനെ പറ്റിയിട്ട്. അപ്പോൾ അത്രയോ നല്ല നല്ല ഫാൻസ് ഉള്ള ഒരു സ്ഥലമാണ് കേരളം. അതുപോലെ എല്ലാവരും ഇന്ന് രാത്രി വിട്ടിട്ട് കളി കാണാം, ആഘോഷിക്കാം, അടിയൊന്നും കൂടാണ്ട് ബ്രസീല് ജയിക്കുന്നത് പറഞ്ഞിരിക്കാം. പട്ടാമ്പി ടൗണിൽ അഴുക്കുചാൽ നവീകരണത്തിന് തടസ്സമായി ഇറക്കിക്കെട്ടിയ അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചുമാറ്റാൻ വ്യാപാരികൾക്ക് നഗരസഭയുടെ അന്ത്യശാസന. പൊളിച്ചുമാറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം നഗരസഭയുടെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റുമെന്നാണ് മുന്നറിയിപ്പ്. പട്ടാമ്പി ബസ് സ്റ്റാൻഡിന് മുന്നിലെ അഴുക്കുചാൽ വൃത്തിയാക്കാത്തത് മൂലം മലിനജലം റോഡിലേക്ക് പറന്നൊഴുകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. താൽക്കാലികമായുള്ള പ്രവർത്തികൾ ഇവിടെ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അഴുക്കുചാലിന്റെ സ്ലാബുകൾ പൂർണ്ണമായും മാറ്റിയുള്ള നവീകരണ പ്രവൃത്തികൾ നടത്തിയാൽ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരമാവുകയുള്ളൂ. ടൗണിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികളും പാതി വഴിയിലാണ്. ഈ സാഹചര്യത്തിലാണ് നഗരസഭ അഴുക്കുചാൽ നവീകരണത്തിനായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രവൃത്തികൾ ആരംഭിക്കണമെങ്കിൽ അഴുക്കുചാൽ ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അനധികൃതമായി ഇറക്കിക്കെട്ടിയ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റണം. പലതവണ നഗരസഭ ഇക്കാര്യം വ്യാപാരികളോട് ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ചില വ്യാപാരികൾ ഇത് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. മറ്റു ചിലർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പൊളിച്ചു മാറ്റാൻ എല്ലാ വ്യാപാരികളും സന്നദ്ധരാണെങ്കിലും പ്രവർത്തികൾ നടക്കുന്നില്ലെന്ന് മാത്രം. ഈ സാഹചര്യത്തിലാണ് നഗരസഭാ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വ്യാപാരി പ്രതിനിധികളും സ്ഥലം വീണ്ടും സന്ദർശിച്ച് വ്യാപാരികളുമായി ചർച്ച നടത്തിയത്. അനധികൃതമായി ഇറക്കിക്കെട്ടിയ ഭാഗങ്ങൾ അടിയന്തരമായി പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ പൊളിച്ചു മാറ്റുവാനും കർശന നടപടികൾ സ്വീകരിക്കുവാനുമാണ് തീരുമാനമെന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഒരാഴ്ചയായിട്ട് ഇവിടെ രൂക്ഷമായിട്ട് വെള്ളക്കെട്ടുണ്ട്. ഇപ്പം KRFB ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഇവിടെ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് പണി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ദുർഗന്ധവും വെള്ളക്കെട്ട് ഒരുപാട് കൂടിയിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് ചെയർപേഴ്സന്റെയും വ്യാപാര വ്യവസായ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വ്യാപാരികളോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാനയിലേക്കുള്ള ഉയർത്തിക്കെട്ടലുകൾ എന്തായാലും പൊളിച്ചു മാറ്റാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് പൊളിച്ചു മാറ്റണം, എങ്കിൽ മാത്രമേ ഈ പണികൾ നടക്കത്തുള്ളൂ. ഈ പൊളിച്ചു മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ
ഭാഗത്ത് നിന്ന് വളരെ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും. നഗരസഭാ ചെയർമാൻ ടി പി ഷാജി, സ്ഥിരസമിതി അധ്യക്ഷൻ ജിതേഷ് മൊഴിക്കുന്നം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി, സെക്രട്ടറി സന്തോഷ്, മറ്റു ഭാരവാഹികളും നഗരസഭാ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. കൊപ്പം പഞ്ചായത്തിൽ ഓണവിപണി ലക്ഷ്യമിട്ട് ഒരേക്കറിൽ വനിതാ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി പൂക്കൃഷി നടപ്പാക്കും. ഇതിനായുള്ള തൈകളുടെ വിതരണം തുടങ്ങി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വനിതാ ഗ്രൂപ്പുകൾക്ക് ചെണ്ടുമല്ലി പൂക്കൃഷി നടപ്പാക്കുവാനുള്ള തൈകൾ വിതരണം ചെയ്യുന്നത്. കൊപ്പം പഞ്ചായത്ത് പരിധിയിൽ ഒരേക്കർ സ്ഥലത്താണ് വനിതാ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി പൂക്കൃഷി ഇറക്കുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ടാണ് 100% സബ്സിഡിയിൽ ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ ഇതിനായി നൽകുന്നത്. കൊപ്പം കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി രാമദാസ് ഇതിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അജയ് ഘോഷ് അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ മേഘ എൻ ജി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ, കെ പി ഷീജ, പി ബിജി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. 7 ഗ്രൂപ്പുകൾ ഒരേക്കറോളം സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി നടപ്പാക്കുന്നത്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.